ന്യൂസ് 16 കേരള. ഗൾഫ് സർവീസ് പുനരാരംഭിച്ച എയർ ഇന്ത്യയും ഇൻഡിഗോയും. പശ്ചിമേഷ്യയിലേക്കും യൂറോപ്പിലേക്കും നിർത്തിവച്ച സർവീസുകൾ പുനരാരംഭിച്ച ഇന്ത്യൻ വിമാന കമ്പനികളായ എയർ ഇന്ത്യയും ഇൻഡിഗോയും. ഇറാനും ഇസ്രയേലും വെടിനിർത്തൽ അംഗീകരിച്ചതോടെ സംഘർഷ സാധ്യത കുറഞ്ഞത് മുൻനിർത്തിയാണ് നടപടി. ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ പൂർണ്ണമായി സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. യൂറോപ്പിലേക്കുള്ള വിമാനങ്ങളും സാവധാനം സർവീസുകളിലേക്ക് പ്രവേശിച്ചു തുടങ്ങിയിട്ടുണ്ട്. അമേരിക്ക, കാനഡ പോലുള്ള രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ എത്രയും വേഗം തുടങ്ങാൻ നടപടിയുണ്ടാകുമെന്ന് കമ്പനി എക്സിൽ അറിയിച്ചു. ഗൾഫിലേക്കുള്ള സർവീസുകൾ സാധാരണ സമയക്രമത്തിലേക്ക് വരുന്നതായി ഇൻഡിഗോ വ്യക്തമാക്കി. അതേസമയം വിമാന സർവീസുകൾ വഴിതിരിച്ചുവിടുന്നതും തുടരുന്നുണ്ട്. ഇറാൻ വ്യോമ മേഖലയിൽ യാത്രാ നിരോധനം ഇപ്പോഴും തുടരുകയാണ്. ഇത് യാത്രാ സമയം കൂടാനും കാരണമാകുന്നുവെന്ന് ഇൻഡിഗോ അറിയിച്ചു. ചൊവ്വാഴ്ച കേരളത്തിൽ നിന്നും തിരിച്ചുമുള്ള 57 സർവീസുകളാണ് റദ്ദാക്കിയത്. കോഴിക്കോട്ട് നിന്ന് ഗൾഫ് മേഖലകളിലേക്കും തിരിച്ചുമുള്ള 31 സർവീസുകൾ റദ്ദാക്കിയപ്പോൾ കൊച്ചിയിൽ നിന്ന് 18ഉം കണ്ണൂരിൽ നിന്ന് 8ഉം റദ്ദാക്കി. എന്നാൽ തിരുവനന്തപുരത്ത് ചൊവ്വാഴ്ച റദ്ദാക്കലുകളൊന്നും ഉണ്ടായിട്ടില്ല. വിമാനങ്ങൾ മുടങ്ങിയതോടെ വിമാനത്താവളങ്ങളിൽ യാത്രക്കാർ കുടുങ്ങിയിരുന്നു. മുന്നറിയിപ്പില്ലാത്തതിനാൽ പലരും നട്ടം തിരിഞ്ഞു. എന്നാൽ സർവീസുകൾ റദ്ദാക്കുന്ന വിവരം യാത്രക്കാരെ മുൻകൂട്ടി അറിയിച്ചതായി എയർലൈൻ അധികൃതർ പറഞ്ഞു. ടിക്കറ്റുകൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി നൽകുകയോ റീഫണ്ട് ചെയ്യുകയോ ചെയ്യാമെന്നും അധികൃതർ വ്യക്തമാക്കി. യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടും മുമ്പ് വിമാന കമ്പനികളുമായി ബന്ധപ്പെടണമെന്നും അധികൃതർ അറിയിച്ചു. ചൊവ്വാഴ്ച ചെന്നൈയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള 11 വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ഗൾഫിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചതായി ഖത്തർ എയർവേസ് വൃത്തങ്ങളും അറിയിച്ചു. ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി 16 അന്താരാഷ്ട്ര വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു. മംഗളൂരുവിൽ നിന്നും തിരിച്ചും 6 സർവീസുകൾ ചൊവ്വാഴ്ച റദ്ദാക്കി. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.